ഹായ്, ഇന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ബീട്രൂട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ടു. അതിനുശേഷം ഇതൊന്ന് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവണ ടൈം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത്, കുറച്ച് ചെറിയ ജീരകം, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കടുക് ചതച്ചത് കൂടി ഞാൻ ഈ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഒരുപാടങ്ങ് വെള്ളം ആകരുത്. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് തൈര് ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് ലൂസായിട്ടിരിക്കും. ഈ അരപ്പൊന്ന് വേവാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ടൊക്കെ അരപ്പും എല്ലാം കൂടി നല്ലപോലെ വെന്ത് യോജിച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷമേ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാവുള്ളൂ. ചൂടോടുകൂടി ഇതിനകത്തേക്ക് തൈര് ചേർക്കരുത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ഞാൻ തൈര് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കണേ. ഇതാ ഈ ഒരു പരുവം മതിയേ. ഒരുപാടങ്ങ് ലൂസും ആകരുത്, ഒരുപാടങ്ങ് തിക്കായിട്ടും ഇരിക്കരുത്. ഈ ഒരു പരുവാണ് പച്ചടിക്ക് സൂപ്പറ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിന് ശേഷം വറ്റൽമുളകിട്ടു, പിന്നെ കൊച്ചുള്ളി അരിഞ്ഞതിട്ടു, പിന്നെ അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് പച്ചടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കണേ.